വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മൊണോപ്പൊളിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിലെ അവസാനത്തെ മാർക്കറ്റ് സിറ്റുവേഷനായ ഒളിഗോപ്പൊളിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒളിഗോ മീൻസ് ഫ്യൂ, പൊളി മീൻസ് സെല്ലർ, few sellers. Oligopoly means oligopoly is a market situation where there is few sellers. കുറച്ച് സെല്ലേഴ്സ് മാത്രം ഉൾപ്പെടുന്ന മാർക്കറ്റ് സിറ്റുവേഷനാണ് ഒളിഗോപ്പൊളി. സോ കം ടു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഒളിഗോപ്പൊളി? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ഒളിഗോപ്പൊളി എന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നത്? മാർക്കറ്റ് വിത്ത് മെനി സ്മോൾ ഫോംസ്, ധാരാളം ചെറിയ ഫോമുകൾ ഉള്ള മാർക്കറ്റാണ്. മാർക്കറ്റ് ഡൊമിനേറ്റഡ് ബൈ എ ഫ്യൂ ലാർജ് ഫോംസ്, മാർക്കറ്റ് ഡൊമിനേറ്റഡ് ബൈ എ ഫ്യൂ ലാർജ് ഫോംസ്, വലിയ ഫോംസ്, കുറച്ച് വലിയ ഫോംസ് ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ്. മാർക്കറ്റ് വിത്ത് എ സിംഗിൾ സെല്ലർ, ഒരു സെല്ലർ മാത്രമുള്ള മാർക്കറ്റാണ്. മാർക്കറ്റ് വിത്ത് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ബി ആണ് ആൻസർ. മാർക്കറ്റ് ഡൊമിനേറ്റഡ് ബൈ എ ഫ്യൂ ലാർജ് ഫോംസ്, ദാറ്റ് ഈസ് ദി ആൻസർ. Then second one, which of the following is a characteristics of an oligopoly? താഴെ തന്നിരിക്കുന്നവയിൽ ഒളിഗോപ്പൊളിയുടെ ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഓൺലി, ഈസ് ഓഫ് എൻട്രി ഫോർ ന്യൂ ഫോംസ്, മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് അമംഗ് ഫോംസ്, നോ ബാരിയേഴ്സ് ടു എൻട്രി. പ്രോഡക്റ്റ് ഹോമോജീനിയസ് ആയിട്ടുള്ള മാർക്കറ്റാണ്, അതുമാത്രമാണ്. ഈസ് ഓഫ് എൻട്രി ഫോർ ന്യൂ ഫോംസ്, പുതിയ ഫോംസിന് വളരെ പെട്ടെന്ന് കടന്നു വരാവുന്ന മാർക്കറ്റാണ്. മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് എമംഗ് ഫോംസ്, ഫോംസിൻ്റെ ഇടയിൽ മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് നിലനിൽക്കുന്നു. നോ ബാരിയേഴ്സ് ടു എൻട്രി, പ്രവേശനത്തിന് ഒരു തടസ്സവുമില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ്? മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് എമംഗ് ഫോംസ് ആണ് നമ്മുടെ ആൻസർ. Next, third question. Which pricing strategy is often related to oligopolistic market? Pricing strategy, ഏത് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ഒളിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? Which pricing strategy is often related to oligopolistic markets? Price war, collusion, both A and B, neither A or B. പ്രൈസിംഗ് സ്ട്രാറ്റജി, ഏത് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? കൊള്യൂഷൻ ആണോ, പ്രൈസ് വാർ ആണോ, അതെ ഇത് രണ്ടുമാണോ, ഇത് രണ്ടും അല്ലയോ? അപ്പോൾ പ്രൈസ് വാർ ആണ് ആൻസർ. പ്രൈസ് വാർ മീൻസ് കോമ്പറ്റീഷൻ എമംഗ് ദി ഒളിഗോപ്പൊളിസ്റ്റ് ടു മാക്സിമൈസ് ദെയർ സെയിൽസ്. Therefore, they use certain strategies. If a firm tries to reduce the price, all other firms are compelled to do so. അതായത് ഒരു ഒളിഗോപ്പൊളി മാർക്കറ്റിലെ ഒരു ഒളിഗോപ്പൊളിസ്റ്റ് ഏതെങ്കിലും സാധനത്തിൻ്റെ വില കട്ട് ഡൗൺ ചെയ്താൽ അത് ആ ഒളിഗോപ്പൊളിയിൽ അല്ലെങ്കിൽ ആ മാർക്കറ്റ് സിറ്റുവേഷനെ ശരിയായ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. ബാക്കിയുള്ളവരെല്ലാം വില കുറച്ചെങ്കിലേ അവരതിന് നിർബന്ധിതമായി തീരുകയും അവസാനം അവരുടെ പ്രോഫിറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു സൈക്കിളായിട്ട് വർക്ക് ചെയ്യുന്നു പ്രൈസ് വാർ. കൊളീഷൻ, അപ്പോൾ പ്രൈസ് വാറാണ് അവിടെ ആൻസർ. ദെൻ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ്, മൊണോപ്പൊളിസിൻ്റെ ഇടയിലുള്ള ഒരു മൗനമായ ടാസിറ്റ് എഗ്രിമെൻ്റ് ആണ് യഥാർത്ഥത്തിൽ കൊള്യൂഷൻ. ദെൻ അപ്പോൾ ആൻസർ പ്രൈസ് വാർ. Then fourth question, what is the term for when firms in an oligopoly
കോപ്പറേറ്റീവ് ടു സെറ്റ് പ്രൈസ്. കോപ്പറേറ്റീവ് ടു സെറ്റ് പ്രൈസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒളിഗോപൊളിസ്റ്റ് രഹസ്യമായിട്ട് ഒരു എഗ്രിമെൻ്റ് റിട്ടേൺ അല്ലാതെ തന്നെ ഉണ്ടാക്കപ്പെടുന്നു. ആ ഒരു പ്രോസസ്സിനെ ടു സെറ്റ് പ്രൈസസ്. അപ്പോൾ വാട്ട് ഈസ് ദി ടേം ഫോർ വെൻ ഫോംസ് ഇൻ ആൻ ഒളിഗോപൊളി കോപ്പറേറ്റീവ് ടു സെറ്റ് പ്രൈസ്? അതിനെ നമ്മൾ എന്ന് പറയും? കൊളിഷൻ എന്ന് പറയും. ഇപ്പോൾ കൊളിഷൻ ഡെഫിനിഷൻ ചോദിച്ചാലും നമുക്ക് എങ്ങനെ എഴുതാം? വെൻ ഫോംസ് ഇൻ ആൻ ഒളിഗോപൊളി കോപ്പറേറ്റീവ് ടു സെറ്റ് പ്രൈസ് ഈസ് കാൾഡ് കൊളിഷൻ. പിന്നെ പ്രൈസ് വാർ പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് കോമ്പറ്റീഷൻ യു നോ. മൊണോപ്പൊളി യു നോ. Then fifth question, in an oligopoly, firms may engage in tacit collusion. What does this mean? Firms explicitly agree to set prices. Firms independently follow a price leader. നമുക്കിനി മൂന്നാമത്തെ ചോയ്സിലേക്ക് കടക്കാം. Fifth question, in an oligopoly, firms may engage in tacit collusion. Means, in an oligopoly, firm may engage in tacit collusion. Means, firms explicitly agree to set prices. ഒന്നാമത്തത്, firms explicitly agree to set prices. Second one, firms independently follow a price leader without a formal agreement. Firms act as a monopoly. Then D, none of them. അപ്പോൾ ഏതാണ്? ഇൻ ആൻ ഒളിഗോപ്പൊളി firm may engage in tacit collusion means firms independently follow price leader without a formal agreement. ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ഇല്ലാതെ തന്നെ ഒരു പ്രൈസ് ലീഡറിന് ഫോളോ ചെയ്യുന്നു. അതാണ് ഫേംസ് ഇൻഡിപെൻഡൻ്റ്ലി ഫോളോ. സ്വതന്ത്രമായി തന്നെ ആരെ ഇൻഡിപെൻഡ് ചെയ്യുന്നു? ആ മാർക്കറ്റിൽ ആരെങ്കിലും ഒരു പ്രൈസ് ലീഡർ കാണും. ആ ലീഡറെ ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ഇല്ലാതെ തന്നെ ഫോളോ ചെയ്യുന്നു. അതാണ് ഇൻ ആൻ ഒളിഗോപ്പൊളി ഫേംസ് മേ എൻഗേജ് ഇൻ ടാസിറ്റ് കൊല്യൂഷൻ മീൻസ്. ദെൻ സിക്സ്ത് വൺ, വാട്ട് ഈസ് ദി മോസ്റ്റ് കോമൺ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ ദി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വേൾഡ് വൈഡ്? അപ്പോൾ ലോകവ്യാപകമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഏത് കാറ്റഗറിയിൽ വരുന്നു? വിച്ച് ഈസ് ദി മോസ്റ്റ് കോമൺ മാർക്കറ്റ് സ്ട്രക്ചർ? ഏതാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. നമ്മുടെ ആൻസർ ഒളിഗോപ്പൊളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഈസ് അസ്യൂംഡ് വിത്ത് വിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ? വിത്ത് വിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ? കിങ്ഡ് ഡിമാൻഡ് കർവ് ഏത് മാർക്കറ്റ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. ഇപ്പോൾ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്ഡ് ഡിമാൻഡ് കർവ് ഈസ് എ ഡിമാൻഡ് കർവ്. ഇറ്റ് ഹാസ് എ ബെൻഡ് ഓർ അതിന് ഒരു ബെൻഡുണ്ട്. കിങ്ഡ് ഡിമാൻഡ് കർവിന് ഒരു ബെൻഡുണ്ട്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഒളിഗോപ്പൊളി. ഒളിഗോപ്പൊളിയുമായി ബന്ധപ്പെട്ട ഒരു ഡിമാൻഡ് കർവാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. ഇറ്റ് ഹാസ് 2 സെഗ്മെൻറ്റ്സ്. അതിന് 2 സെഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് സെഗ്മെൻറ്റ് ഈസ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സെഗ്മെൻറ്റ് അറ്റ് ഹയർ പ്രൈസസ് ആൻഡ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് അറ്റ് ലോവർ പ്രൈസസ്. ഉദാഹരണത്തിന് ഇതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. കിങ്ഡ് ഡിമാൻഡ് കർവ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഇവിടെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആയിരിക്കും ഇത്, പ്രൈസ് ഹയർ ആയിരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പ്രൈസ് ഇങ്ങോട്ട് കുറയുന്നതനുസരിച്ച് എന്താണ്? റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതാണ് ഇത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്, ഇത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എന്തായിരിക്കും? ഡിമാൻഡ് കർവ് ഇങ്ങനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഇനി മൊണോപ്പൊളിയിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, കുറച്ച് സ്റ്റീപ്പർ ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ല, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റർ ദാൻ
monopoly. So these are the shape of demand curves in various market structure. This is perfect competition. This is monopoly. This is monopolistic competition, and this is oligopoly. ഇതാണ് കിങ്ക്. ഈ ബെൻഡ് ആണ് നമ്മൾ കിങ്ക് മീൻസ് ബെൻഡ് എന്നർത്ഥം. ബെൻഡ്. അപ്പോൾ ഇവിടെ റിലേറ്റീവ്ലി പെർഫെക്റ്റ് ഇലാസ്റ്റിക് സെഗ്മെൻ്റ് ആണിത്. ഇങ്ങോട്ട് വരുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സെഗ്മെൻ്റ് ആണ്. ഇവിടെ ഹയർ പ്രൈസ് ആയിരിക്കും, ഇവിടെ ലോവർ പ്രൈസ് ആയിരിക്കും. സോ ദി കിങ്ക് ഡിമാൻഡ് കർവ് മോഡൽ ഈസ് അസ്യൂംഡ് വിത്ത് വിച്ച് മാർക്കറ്റ് സ്ട്രക്ചർ? ഏതാണ്? ഒളിഗോപ്പൊളി. Okay. Then 8th one. Which of the following is an example of a real world oligopoly? റിയൽ വേൾഡ് ഒളിഗോപ്പൊളിക്ക് ഒരു ഉദാഹരണമാണ് ലോക്കൽ ഗ്രോസറി സ്റ്റോർ, എയർലൈൻ ഇൻഡസ്ട്രി, സ്ട്രീറ്റ് ഫുഡ് വെണ്ടേഴ്സ്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. ഏതാണ്? വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എയർലൈൻ ഇൻഡസ്ട്രിയാണ് മൊണോപ്പൊളി അല്ല ഒളിഗോപ്പൊളിക്ക് എക്സാമ്പിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിയൽ വേൾഡ് ഒളിഗോപ്പൊളി? എയർലൈൻ ഇൻഡസ്ട്രിയാണ്. എയർലൈൻ ഇൻഡസ്ട്രി. നെക്സ്റ്റ് 9th question. Game theory is often used to analyze behavior in which market structure? ഏത് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബിഹേവിയർ അനലൈസ് ചെയ്യാനാണ് ഗെയിം തിയറി അപ്ലൈ ചെയ്യുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഏതാണ്? ഒളിഗോപ്പൊളി. A, B, C ആണ് ആൻസർ. ഒളിഗോപ്പൊളി. 10. In an oligopoly, firms are highly aware of. ഒരു ഒളിഗോപ്പൊളിയിൽ ഫേംസ് ബോധവാന്മാരാണ്, അല്ലെങ്കിൽ ഒളിഗോപ്പൊളിസ്റ്റ് വളരെ ബോധമുള്ളവരായിരിക്കുന്നു. ഏത് കാര്യത്തിൽ? ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, പെർഫെക്റ്റ് ഇൻഫർമേഷൻ, മെനി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇക്കോണമീസ് ഓഫ് സ്കെയിലിനെ കുറിച്ചാണോ കൂടുതൽ അവബോധം അവർക്ക്? ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റിനെ കുറിച്ചാണോ? പെർഫെക്റ്റ് ഇൻഫർമേഷനെ കുറിച്ചാണോ? മെനി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സിനെ കുറിച്ചാണോ? ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആണ് ആൻസർ. സോ ഇൻ ആൻ ഒളിഗോപ്പൊളി ഫേംസ് ആർ ഹൈലി അവെയർ ഓഫ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. അതായത് ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇക്കോണമീസ് ഓഫ് സ്കെയിലിൻ്റെ 3 ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ. ദെൻ 11th. The tendency for firms in an oligopoly to avoid price competition is due to. ഒളിഗോപ്പൊളി ഫേംസിലെ ഒളിഗോപ്പൊളിസ്റ്റ് അല്ലെങ്കിൽ ഓരോ ഫേമും എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു പ്രവണതയാണ് പ്രൈസ് കോമ്പറ്റീഷൻ ഒഴിവാക്കുക എന്നുള്ളത്. ഇതിൻ്റെ കാരണം എന്താണ്? ദി ഫിയർ ഓഫ് പ്രൈസ് വാർ. ആദ്യത്തെ ചോയ്സ് ദി ഫിയർ ഓഫ് പ്രൈസ് വാർ ഉണ്ടാകുമെന്നുള്ള ഭയം. ഗവൺമെൻറ് റെഗുലേഷൻസ് ആണോ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണോ? അബണ്ടന്റ് റിസോഴ്സസ് ആണോ? ദി ഫിയർ ഓഫ് പ്രൈസ് വാർ ആണ്. ദി ടെൻഡൻസി ഫോർ ഫേംസ് ഇൻ ആൻ ഒളിഗോപ്പൊളി ടു അവോയ്ഡ് പ്രൈസ് കോമ്പറ്റീഷൻ ഈസ് ഡ്യൂ ടു ദി ഫിയർ ഓഫ് എ പ്രൈസ് വാർ. അതാണ് അതിൻ്റെ കാരണം. ദസ് വി ഹാവ് ഫിനിഷ്ഡ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, monopolistic competition, monopoly and oligopoly. Thus this unit is ended. So I hope that you understood all these 3 market structures. So please subscribe, share and support me. Thank you so much.